ചിക്കനിലൊരു വ്യത്യസ്തമായ എന്നാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു റെസിപ്പിയാണോ നിങ്ങൾ നോക്കുന്നത്? എങ്കിൽ ഈ ചിക്കൻ കൊണ്ടാട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സ്വാദാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അധികം ചേരുവകളൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ഇത് 800 ഗ്രാം ചിക്കനുണ്ട്, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കാം. കുരുമുളകോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവിനാവശ്യമായ മുളക് പൊടി ഇപ്പം തന്നെ ചേർക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ചെറുനാരങ്ങയുടെ നീര്. ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒട്ടും എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനും നല്ലപോലെ കഴുകി വെള്ളം കളഞ്ഞ ശേഷം വേണം എടുക്കാനായിട്ട്. ഇത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നല്ലത്. ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ സമയമായിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയായിരിക്കും ഇതിന് കൂടുതൽ സ്വാദ് തരിക. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം. ഒരുപാട് എണ്ണയിലല്ലാത്തതുകൊണ്ട് നല്ലപോലെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് എല്ലാ ചിക്കൻ പീസസും ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ അതങ്ങനെ കിടക്കട്ടെ. ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. ചെറിയ പീസസ് ആണല്ലോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നല്ലപോലെ വേവും വേണം, ഈ വെള്ളമൊക്കെ വറ്റി കിട്ടുകയും വേണം. ഇപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടില്ല, ഒന്നുകൂടി അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ പീസസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, എന്നാൽ വെള്ളം കുറച്ചുകൂടെ വറ്റാനുണ്ട്. അതുകൊണ്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. തീ നല്ലപോലെ കൂട്ടി തന്നെ വയ്ക്കാം. കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേ ആ ചിക്കൻ പീസസ് നല്ല ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇത് നല്ലൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ബാക്കിയുള്ള എണ്ണയിലേക്ക് ഒരല്പം ചുവന്നുള്ളി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 15 ചുവന്നുള്ളി കാണും. 5-6 വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം. ഇത്രയും വെളിച്ചെണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ അല്പം മാറ്റാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ടെ. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചേർത്ത ആ ചുവന്നുള്ളി ഒന്ന് പെട്ടെന്നായി കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുത്താൽ മതി. ഉള്ളി മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടാൽ തന്നെ അറിയില്ലേ നല്ല സ്വാദിഷ്ടമായൊരു റെസിപ്പിയാണിതെന്ന്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ലാസ്റ്റായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ മാക്സിമത്തിലെത്തുന്നത്. അപ്പോൾ ഈ ടൊമാറ്റോ സോസ് സ്കിപ്പ് ചെയ്യണ്ട. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി. ഈ ടേസ്റ്റിയായ ചിക്കൻ കൊണ്ടാട്ടം ഒരു സ്റ്റാർട്ടർ റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്കും തരുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.